കേരളത്തിൽ ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ 5 ആണ്. അതിലേറ്റവും പ്രാധാന്യമുള്ള മണ്ഡലം തിരുവനന്തപുരം തന്നെയാണ്. 31% വോട്ട് നേടി കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയതാണ് ബി.ജെ.പി. കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ് മുന്നിൽ 2ാം സ്ഥാനത്താണ് ബി.ജെ.പിയുടെ നില തിരുവനന്തപുരത്ത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവിടെ പൊരിഞ്ഞ പോരാട്ടം ഏവരും പ്രതീക്ഷിച്ചിരുന്നു. നിർമ്മല സീതാരാമൻ്റെ പേരാണ് സംസ്ഥാന നേതൃത്വം പ്രധാനമായി കേന്ദ്ര നേതൃത്വത്തിന് മുൻപിൽ വെച്ചത്. പക്ഷേ കേന്ദ്രത്തിന് ഒരേ ഒരു പേരേ ഉണ്ടായിരുന്നുള്ളൂ, അത് രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്ര സഹമന്ത്രിയാണ്. ഒരുപക്ഷെ സാധാരണപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ബി.ജെ.പിയുടെ സാധാരണ അണികൾക്ക് രാജീവ് ചന്ദ്രശേഖർ വെറും ഏഷ്യാനെറ്റ് മുതലാളിയാണ്. പക്ഷേ ഏഷ്യാനെറ്റിനപ്പുറം ഇന്ത്യൻ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന, രാഷ്ട്രത്തിനൊപ്പം നിൽക്കുന്ന, ഇല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധരായ മാധ്യമങ്ങളുടെ നാവടക്കുന്ന റിപ്പബ്ലിക് ചാനൽ എന്ന് പറയുന്ന ദേശീയ ചാനലിൻ്റെ കൂടെ മുതലാളിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് അറിഞ്ഞോ അറിയാതെയോ ഈ കൂട്ടർ വിസ്മരിച്ച് പോകുന്നു. എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി ആയി എന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിന് വ്യക്തമായ ലക്ഷ്യമുണ്ട്. അവിടെ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയക്കാരൻ്റെ കുറവ് കേരള രാഷ്ട്രീയത്തിൽ ബി.ജെ.പിക്ക് ഉണ്ടെന്ന തിരിച്ചറിവാണ് കേന്ദ്രം രാജീവ് ചന്ദ്രശേഖറിനെ തിരുവനന്തപുരത്തേക്ക് പ്ലേസ് ചെയ്യുന്നതിൽ എത്തിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന് അദ്ദേഹത്തിനുള്ള കഴിവും കപ്പാസിറ്റിയുമുണ്ട്. നമുക്കറിയാം, ഈ ബി.ജെ.പിക്ക് ബാലികേറ മലയാണ് തമിഴ്നാട്. എന്നാൽ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പുതുച്ചേരി നിയമസഭാ മണ്ഡലം രാമായണം പിരിച്ച് ബി.ജെ.പിയുടെ കൈകളിലേക്ക് എത്തിച്ചത് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കോർപ്പറേറ്റ് രാഷ്ട്രീയക്കാരനാണ്. 30 അംഗ നിയമസഭയിൽ ബി.ജെ.പിക്കുള്ളത് 6 സീറ്റാണ്. 6 സീറ്റ് വെച്ച് ഭരിക്കാൻ പോയിട്ട് പ്രതിപക്ഷത്ത് പോലും ഇരിക്കാൻ കഴിവില്ലാതിരുന്ന ബി.ജെ.പിക്കാരെ അവിടുത്തെ NR കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, അതായത് N രാഘവസ്വാമി കോൺഗ്രസുമായി കൂട്ടിക്കെട്ടി, സ്വതന്ത്രന്മാരെ കൂടി കൂട്ടിക്കെട്ടി ഈ 24 മണിക്കൂർ തികയും മുമ്പ് 22 അംഗ സംഖ്യ ഒപ്പിച്ച് 30-ൽ 22 നേടി NDA പുതുച്ചേരിയിൽ ഭരിക്കുമ്പോൾ തമിഴകത്തും ബി.ജെ.പിയുടെ കൊടി പാറുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഈ ബുദ്ധിരാക്ഷസനായ രാഷ്ട്രീയക്കാരനാണ്. അതായത് ഈ രാജ്യത്ത് എല്ലാ സംസ്ഥാനത്തും ബി.ജെ.പി നിലനിൽക്കുന്നത് വെറും രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ല, അവിടെ ചില കോർപ്പറേറ്റ് രാഷ്ട്രീയങ്ങൾ കൂടി കൊണ്ടാണ്. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖറിനെ പോലെ കരുത്തനായ ഒരു നേതാവിനെ ഇറക്കുന്നത്. ഇത് തൽക്കാലം തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു സെറ്റപ്പ് അല്ല. പകരം ഇനി മുതൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ ബി.ജെ.പി രാഷ്ട്രീയത്തിൽ ഉടനീളമുണ്ടാകും. NDAയുടെ കൺവീനർ സ്ഥാനവും അദ്ദേഹം വഹിച്ചിരുന്നതാണ്. ഏതായാലും രാജീവ് ചന്ദ്രശേഖറിനെ വളരെ ബുദ്ധിപൂർവ്വം നടത്തിയ ഒരു നീക്കം, അതായത് വരും കാല ബി.ജെ.പി രാഷ്ട്രീയത്തിൽ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാകും ഏതെങ്കിലുമൊക്കെ ഒരു നിലയിൽ. കാരണം ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയക്കാരൻ്റെ കുറവ്, ഒപ്പം തന്നെ ശശി തരൂർ പോലെയുള്ള ശക്തനായ ഹൈ പ്രൊഫൈലുള്ള ഒരു സ്ഥാനാർത്ഥിയോടൊപ്പം നിൽക്കാൻ പറ്റിയ, ഇല്ലെങ്കിൽ നിർത്താൻ പറ്റിയ ഏറ്റവും മിടുക്കനായ ഒരു നേതാവ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എന്തൊക്കെയാണോ ശശി തരൂരിൻ്റെ ക്വാളിറ്റിയായി തിരുവനന്തപുരത്തുകാർ കാണുന്നത്, അതേ ഈക്വൽ ക്വാളിറ്റിയും അതിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ക്വാളിറ്റിയും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കാരണം ശശി തരൂർ ഒരു പൊളിറ്റീഷ്യനും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫൈലാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കുറച്ചുകൂടി വേറിട്ട വ്യത്യസ്തമായ IT മേഖലയിൽ അടക്കമുള്ള ബിസിനസ് സംരംഭങ്ങളുടെ ഒരു പ്രൊഫൈൽ കൂടി അദ്ദേഹത്തിന് ഉണ്ടായെന്ന് പറയേണ്ടി വരും. കേരളത്തെ സംബന്ധിച്ച് അതിൻ്റെ വികസനത്തിന് നാന്ദി കുറിക്കാൻ ഒരുപക്ഷെ 1-2 കമ്പനികളെ ഇവിടത്തേക്ക് എത്തിക്കാൻ തക്ക കപ്പാസിറ്റി ഉള്ളൊരു നേതാവ് കൂടിയാണ്. ഏതായാലും വിദ്യാഭ്യാസപരമായി നോക്കുമ്പോൾ ഏതായാലും ശശി തരൂരിനോടൊപ്പം, ഇല്ലെങ്കിൽ ഒരു ഹൈ പ്രൊഫൈലാണ് നോക്കുന്നതെങ്കിൽ അതിന് പറ്റിയ സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.